പൊതുനിരത്തുകളിലും വശങ്ങളിലുമുള്ള അലക്ഷ്യമായ കേബിൾ വിന്യാസം, സ്ലാബിട്ട് മൂടാത്ത ഓടകൾ, കുഴികൾ എന്നിവ മൂലമുള്ള അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി ആന്റണി രാജുവിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേർന്നു. പൊതുമരാമത്ത്, ഗതാഗതം, തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും KSEB, കേരള വാട്ടർ അതോറിറ്റി, ടെലിഫോൺ കമ്പനികൾ, വിവിധ ടെലിവിഷൻ കേബിൾ കമ്പനികൾ എന്നിവയുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, കർശനമായ നിർദ്ദേശമാണ് ഇപ്പോൾ ബസ് ജീവനക്കാർക്ക് ആന്റണി രാജു നൽകിയിരിക്കുന്നത്. മറ്റൊന്നാണ് ഇപ്പോൾ അലക്ഷ്യമായ രീതിയിൽ കേബിൾ വിന്യാസം, അതുപോലെ തന്നെ സ്ലാബ് ഇട്ട് മൂടാത്ത ഓടകൾ. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊച്ചി നഗരത്തിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മന്ത്രി ആന്റണി രാജുവിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു യോഗം ചേരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതി അടക്കം ഈ വിഷയത്തിൽ വലിയ രീതിയിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ അലക്ഷ്യമായി ചില ടെലികോം കമ്പനികളുടെ, ജിയോയും റിലയൻസും അടക്കമുള്ള ടെലികോം കമ്പനികളുടെ കേബിളുകൾ പലപ്പോഴും റോഡുകളിലൂടെ ഇടുന്നത് മൂലം വലിയ രീതിയിലുള്ള അപകടങ്ങൾ പറ്റിയിരുന്നു. ഇതുമൂലം കുറെ പേർക്ക് പരിക്കുകളൊക്കെ പറ്റി. ഈ വിഷയത്തിൽ ഹൈക്കോടതി വളരെ ഗൗരവപൂർവ്വം ഈ വിഷയം ഏറ്റെടുക്കുകയും ഒപ്പം തന്നെ സർക്കാരിനോട് വിശദീകരണമൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സർക്കാരിനോട് കടുത്ത ഭാഷയിൽ തന്നെയാണ് ഹൈക്കോടതി ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഇടപെട്ടത്. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തുടർച്ചയായി ഹൈക്കോടതിയിൽ നിന്ന് പോലും സർക്കാരിന്റെ വിമർശനവും പഴിചാരലും കേൾക്കേണ്ട വന്നൊരു സാഹചര്യത്തിലാണ് ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഇത്തരത്തിലുള്ളൊരു യോഗം വിളിച്ചു ചേരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ പൊതുനിരത്തുകളിലും വശങ്ങളിലും അലക്ഷ്യമായ കേബിളിന്റെ വിന്യാസവും, സ്ലാബ് ഇട്ട് മൂടാത്ത ഓടകൾ, കുഴികൾ എന്നിവ മൂലമുള്ള അപകടങ്ങളുടെ വലിയൊരു പരമ്പര തന്നെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു യോഗത്തിന് പ്രസക്തി എന്നതും നമ്മൾ ശ്രദ്ധേയമാണ്. പൊതുമരാമത്ത് വകുപ്പ്, ഗതാഗതം, തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും KSEB, വാട്ടർ അതോറിറ്റി, ടെലിഫോൺ കമ്പനികൾ, വിവിധ ടെലിവിഷൻ കേബിൾ കമ്പനികൾ എന്നിവരുടെ പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കും. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഗതാഗത റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് മന്ത്രി ആന്റണി രാജുവിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുകയാണ്. ഒപ്പം തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്ത് IPS അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും പറയേണ്ട കാര്യം തന്നെയാണ്. തുടർച്ചയായുള്ള അപകടങ്ങളിൽ ഹൈക്കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ യോഗം ചേരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലത്തെ യോഗത്തിൽ ബസ് ഉടമകൾക്കും ജീവനക്കാർക്കും അതിരെ വലിയ രീതിയിൽ ഈ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കടുത്ത നടപടികളുമായി ഗതാഗത വകുപ്പ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. അതായത് ബസ്സുകൾക്ക് ക്യാമറ അടക്കം സ്ഥാപിക്കുന്ന ഒരു നീക്കങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത്. അങ്ങനെ സർക്കാരും ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാടുകളിലേക്ക് പോകുന്നു എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ യോഗങ്ങൾ പുരോഗമിക്കുന്നത്. ഭദ്ര വ്യക്തമായ റോഡ് അപകടങ്ങൾ നിയന്ത്രിക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക ഈ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്ന് യോഗങ്ങൾ ചേരുന്നത്. പൊതുനിരത്തുകളിലും വശങ്ങളിലും അലക്ഷ്യമായ കേബിൾ വിന്യാസം, സ്ലാബിട്ട് മൂടാത്ത ഓടകൾ, കുഴികൾ എന്നിവ മൂലമുണ്ടാകുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മന്ത്രി ആന്റണി രാജുവിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുന്നത്. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും KSEB, കേരള വാട്ടർ അതോറിറ്റി, ടെലിഫോൺ കമ്പനികൾ തുടങ്ങിയ കമ്പനികളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് അജിയാണ്.